മ്യൂച്വൽ ഫണ്ട് ബേസിക്കലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റാണ്. പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഗവൺമെൻറ് ബോണ്ട്സ്, കോർപ്പറേറ്റ് ബോണ്ട്സ്, ഇക്വിറ്റി ഷെയർസ് ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് മ്യൂച്വൽ ഫണ്ട്. അതായത് മില്യൺസ് ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പണം സ്വരൂപിച്ചിട്ട് ആ പണത്തിനെ സ്റ്റോക്സ്, ബോണ്ട്സ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ട്രഷറി ബിൽ എക്സെട്ര ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുക. ഇങ്ങനത്തെ മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു പ്രൊഫഷനെയാണ് നമ്മൾ മണി മാനേജർ അല്ലെങ്കിൽ ഫണ്ട് മാനേജർ എന്ന് പറയുക. ഈ ഫണ്ട് മാനേജറിനെ നിയമിക്കുന്നത് AMCs ആണ്. AMC പറഞ്ഞാൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്. ഇതിനെക്കുറിച്ച് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫണ്ട് മാനേജറിൻ്റെ മെയിൻ മോട്ടീവാണ് ഒരു പർട്ടിക്കുലർ ഫണ്ട് മാനേജ് ചെയ്തിട്ട് ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺസ് കൊടുക്കുക എന്നത്. ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടിൽ പണം നിക്ഷേപിക്കുന്ന ഒരു ഇൻവെസ്റ്ററിനെയാണ് നമ്മൾ യൂണിറ്റ് ഹോൾഡർ എന്ന് പറയുക. പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നത്. അതായത് അത് ഫസ്റ്റ് ആൻസറാണ് നമുക്കൊരു 12 to 15% റിട്ടേൺസ് കിട്ടണമെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് നല്ലൊരു ഓപ്ഷനാണ്. അത് ഇൻഫ്ലേഷൻ ബീറ്റിംഗ് റിട്ടേൺസ് ആയിരിക്കും. രണ്ടാമത്തെ കാരണമാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോക്ക് അനലൈസ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ അതിനുള്ള സമയമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി ഇല്ലെങ്കിൽ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇവിടെ ഫണ്ട് മാനേജർ നിങ്ങൾക്ക് വേണ്ടി നല്ല സ്റ്റോക്സ് തിരഞ്ഞെടുക്കും. മൂന്നാമത്തെ കാരണം ചെറിയൊരു എമൗണ്ട് റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് മ്യൂച്വൽ ഫണ്ട്. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ട് ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ബേസ്ഡ് ഓൺ അസറ്റ് ക്ലാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബ്രോഡ് ലെവൽ ക്ലാസിഫിക്കേഷൻ. ആദ്യത്തെ ടൈപ്പാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഡയറക്റ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഡയറക്റ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാരണം ഇവിടെ റിട്ടേൺസ് ഹൈ ആയിരിക്കും. ഹൈ റിട്ടേൺസ് ആയതുകൊണ്ട് ഒരാൾ കൂടെ ഒപ്പം വരും, അതാണ് റിസ്ക്. ഹൈ റിട്ടേൺ ഹൈ റിസ്ക് എന്ന കാറ്റഗറിയാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ക്യാൻ ബി ഐദർ ആക്റ്റീവ് ഓർ പാസീവ്. ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ ഫണ്ട് മാനേജർ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന പല കമ്പനീസ് അനലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്തിട്ട് അതിൻ്റെ ബെസ്റ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. പാസീവ് ഫണ്ടാണെന്ന് വെച്ചാൽ പോർട്ട്ഫോളിയോ മാനേജർ അല്ലെങ്കിൽ ഫണ്ട് മാനേജർ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ഉണ്ടാക്കും, സിമിലർ ടു എൻ ഇൻഡെക്സ്. സേ ഫോർ എക്സാമ്പിൾ സെൻസെക്സ് ആവാം, ഇല്ലെങ്കിൽ നിഫ്റ്റി 50 ആവാം. അപ്പം മോസ്റ്റ്ലി നിഫ്റ്റി 50 അല്ലെങ്കിൽ സെൻസെക്സിൻ്റെ സ്റ്റോക്സ് ആയിരിക്കും നമ്മുടെ ഇക്വിറ്റി ഫണ്ട് പോർട്ട്ഫോളിയോയിൽ. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനെ ഫർദറായിട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെയാണ് ലാർജ് ക്യാപ്പ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്, സെക്കൻഡ് വൺ മിഡ് ക്യാപ്പ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്, തേർഡ് വൺ സ്മോൾ ക്യാപ്പ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്. ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 20,000 crore വെച്ചാൽ അത് ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബിറ്റ്വീൻ 5,000 crore to 20,000 crore ഇടയിലാണെന്ന് വെച്ചാൽ അത് മിഡ് ക്യാപ്പ് കമ്പനിയാണ്. ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ലെസ് ദാൻ 5,000 crore വെച്ചാൽ അത് സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൻ്റെ അടുത്ത ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷനാണ് വെദർ ഇറ്റ് ഈസ് എ സെക്ടോറിയൽ മ്യൂച്വൽ ഫണ്ട് ഓർ ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്. ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണെന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ ഫണ്ട് പല സെക്ടറിലുള്ള നല്ല നല്ല കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. സെക്ടോറിയൽ ഇല്ലെങ്കിൽ തിമാറ്റിക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണെന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ കമ്പനീസിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ഓട്ടോമൊബൈൽ സെക്ടേഴ്സിൻ്റെ കമ്പനീസിൽ മാത്രം, ഇല്ലെങ്കിൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ കമ്പനീസിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്. ഗവൺമെൻറ് ബോണ്ട്സ്, കോർപ്പറേറ്റ് ബോണ്ട്സ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ട്രഷറി ബിൽസ് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിനെയാണ് നമ്മൾ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുക. ഡെപ്റ്റ് ഫണ്ടിൻ്റെ സബ് കാറ്റഗറീസാണ് ലിക്വിഡ് ഫണ്ട്സ്, അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്, ഷോർട്ട് ടേം ഡെപ്റ്റ് ഫണ്ട്. ലിക്വിഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് അപ് ടു 60 days ആയിരിക്കും. അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ഫ്രം അറൗണ്ട് 90 days to 180 days ആയിരിക്കും. പിന്നെ ഷോർട്ട് ടേം ഡെറ്റ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് വന്നിട്ട് 1 to 3 years ആയിരിക്കും. ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് പൊതുവേ സേഫാണ് ആൻഡ് ലെസ് വോളറ്റൈലാണ്. അതുകൊണ്ട് തന്നെ ഒരു ബാങ്ക് FDൻ്റെ ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിനെ കൺസിഡർ ചെയ്യാം. ബാങ്ക് FDനെക്കാട്ടിലും ഒരു 1 to 2% കൂടുതൽ റിട്ടേൺസ് കിട്ടുകയും ചെയ്യും. തേർഡ് കാറ്റഗറി അല്ലെങ്കിൽ തേർഡ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ്. ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് ഇക്വിറ്റിയിലും ഡെറ്റിലും രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. ഹൈബ്രിഡ് ഫണ്ട്സിന് 2 സബ് കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സ്, രണ്ടാമത് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്സ്. അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സ് എന്ന് വെച്ചാൽ അറൗണ്ട് 65% ഇക്വിറ്റിയിലും ബാക്കി 35% ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യും. കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്സ് എന്ന് വെച്ചാൽ 75% ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലും ബാക്കി 25% ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ മെയിൻ 3 കാറ്റഗറീസ് ഓർ ടൈപ്സ്. ഇതുകൂടാതെ തന്നെ പല അതർ മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട്, ലൈക്ക് ELSS ഫണ്ട്സ്,
സൊല്യൂഷൻ ഓറിയൻറ്റഡ് ഫണ്ട്, മൾട്ടി ക്യാപ് ഫണ്ട്, ഇൻഡെക്സ് ഫണ്ട്, ബാലൻസ് ഫണ്ട്, അതിനൊക്കെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.